ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിച്ചിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആൾക്കാരായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ പണം ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തടയണ്ടേ? ആ കാര്യമാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞ ആപ്പ് എടുക്കും, എന്നിട്ട് ലൊക്കേഷൻ സെറ്റ് ചെയ്യും, എന്നിട്ട് സിനിമ സെലക്ട് ചെയ്യും, എന്നിട്ട് നേരെ തിയേറ്ററിലേക്ക് പോകും, എന്നിട്ട് തിയേറ്ററിൽ പോയി സീറ്റ് സെലക്ട് ചെയ്യും, എന്നിട്ട് നേരെ പേയ്മെന്റിലേക്ക് പോകും, എന്നിട്ട് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് ചെയ്യും, എന്നിട്ട് നിങ്ങൾ നേരെ സിനിമ തിയേറ്ററിൽ പോയി സിനിമ കാണും അല്ലേ? പക്ഷെ അവിടെ നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞ ആപ്പിൽ നമുക്ക് കുറെ അധികം ഓഫറുകൾ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഓഫറുകൾ പല പല ആൾക്കാരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ആ ഒരു വസ്തു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ 1-2 ദിവസം മുന്നെയാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ അഭിനവുമായിട്ട് ഞാൻ ചാറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ ബുക്ക് മൈ ഷോയുടെ ഒരു കാർഡ് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ കാർഡിനകത്ത് പുള്ളിക്കാരന് നല്ല ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ച സമയത്താണ് ഞാൻ വേറെ കുറച്ച് ആൾക്കാരുമായിട്ട് ഇങ്ങനെ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത്, ഇല്ല, അവരങ്ങനെ കാർഡൊന്നും യൂസ് ചെയ്യാറില്ല, നേരെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങനെ ചെയ്യാറാണെന്ന് പതിവെന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരുപാട് ആൾക്കാർ ഈ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ വെറുതെ കയ്യിലുള്ള പൈസ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതും മാസത്തിൽ നല്ല രീതിയിൽ സിനിമ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു 4-5 സിനിമകളൊക്കെ മാസം മിനിമം കാണുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പറയാനായിട്ട് പോകുന്ന കുറെ അധികം ഓഫറുകളുണ്ട്. നമുക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡ് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിനകത്ത് നമുക്ക് ഈ ഒരു ബുക്ക് മൈ ഷോ ആപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറെ അധികം ഓഫറുകളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സ് എടുക്കുക, അതിനകത്ത് കുറെ ഡെബിറ്റ് കാർഡും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനകത്ത് ഏത് ബാങ്കിന്റെ കാർഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഈ കാർഡിനകത്ത് എവിടെങ്കിലും ഒക്കെ ഒരു സാധനം പ്രിന്റ് ചെയ്ത് വെച്ചേക്കും. ഇപ്പൊ നമ്മൾ ഈ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഈ സീറ്റിന്റെ കാറ്റഗറി ഉണ്ടല്ലോ, ഗോൾഡ്, പ്ലാറ്റിനം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ക്രെഡിറ്റ് കാർഡിനകത്ത് കുറെ അധികം കാറ്റഗറികൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, അതിനകത്ത് ചിലപ്പം എലൈറ്റ്, സിഗ്നേച്ചർ, ഗോൾഡ്, പ്ലാറ്റിനം, മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അധികം പ്രിന്റ് ചെയ്ത പേരുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സാധനങ്ങൾ ഞാൻ ഈ പറയുന്ന കാർഡുകളിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കണം. ആ കാർഡ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ മോനെ നിങ്ങൾ ലക്കിയാണ്. കാര്യം നിങ്ങൾക്ക് ബുക്ക് മൈ ഷോയിൽ നിങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ അവിടെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ പരമാവധി ഉപയോഗിക്കാണ്ട് ശ്രമിക്കുക. പിന്നെ ഒരു മാസം ഒരുപാട് സിനിമകൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ബാങ്ക് തിരിച്ചിട്ട് ഉള്ള ക്രെഡിറ്റ് കാർഡുകളും ഡെബിറ്റ് കാർഡിന്റെ ഓഫറാണ് ഇനി അങ്ങോട്ട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോ. ഇനി നിങ്ങൾക്ക് ഒരു പുതിയ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സിനിഫൈലാണ്, നിങ്ങൾക്ക് ഒരുപാട് സിനിമകൾ കാണാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഈ കാർഡുകളൊക്കെ ഒന്ന് നോക്കി വെച്ചോ. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇത് എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ SBIയിലേക്ക് കടക്കാം. SBI ബാങ്കിന്റെ കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ കാർഡ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിയോ. അപ്പോഴേ ഞാനിവിടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് SBIയുടെ കാര്യം പറയുമ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ SBIയുടെ സിഗ്നേച്ചർ അല്ലെങ്കിൽ എലൈറ്റ് എന്ന് പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം 500 രൂപയാണ് ബുക്ക് മൈ ഷോ വഴി കിട്ടുന്നത് കേട്ടോ. പക്ഷെ ഒരു കണ്ടീഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനിമം 2 ടിക്കറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട്. ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്ന എല്ലാ കാർഡുകളിനകത്തും നമുക്ക് സിംഗിൾ ടിക്കറ്റ് ഓഫർ ഇല്ല. അതായത് മിനിമം 2 ടിക്കറ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യണം. പക്ഷെ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടും കൂടെ പോകാന്ന് വെച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസ്കൗണ്ട് കഴിച്ചിട്ട് പിന്നുള്ള കൺവീനിയൻസ് ഫീ നമ്മൾ കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പം 2 ടിക്കറ്റിന് ഒരു 50 രൂപയ്ക്കകത്തായിരിക്കും കൺവീനിയൻസ് ഫീ വരുന്നത്. അപ്പൊ ആ ഒരു എമൗണ്ട് മാത്രം അടച്ചാൽ മതി. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ആ ചെറിയ എമൗണ്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജുകൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാർഡ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം 2 ടിക്കറ്റ് പർച്ചേസ് ചെയ്താൽ മതി, 500 രൂപയാണ് ഡിസ്കൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ഈ അടുത്ത കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SBIയുടെ ഡെബിറ്റ് കാർഡ് ആണ്. അപ്പോൾ ഈ ഒരു ഡെബിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് നോക്കിയോ, SBI വെൽത്ത് റുപ്പേ ഡെബിറ്റ് കാർഡ്. അപ്പോൾ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെയും 500 രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ മിനിമം 2 ടിക്കറ്റ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ പ്ലാറ്റിനം ആൻഡ് സെലക്ട് ഡെബിറ്റ് കാർഡിനാണെങ്കിൽ നിങ്ങൾക്ക് 250 രൂപ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത SBIയുടെ കാർഡ് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ റിലയൻസ് SBI കാർഡ് പ്രൈം. അപ്പോൾ അതിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 250 രൂപ വരെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് എവറി മന്ത് ആണ് ഞാൻ ഈ പറയുന്നത്, എല്ലാ മാസവും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ 250 രൂപ വരെ കിട്ടുന്ന ഒരു കാർഡാണ് ഞാൻ ഈ പറഞ്ഞ റിലയൻസ് SBI കാർഡ്. പിന്നെ അടുത്ത കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SBIയുടെ ഓറം എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. അപ്പൊ അതിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രീമിയം കാർഡാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് 1000 രൂപ വരെ ഡിസ്കൗണ്ട് കിട്ടും. അതിനകത്ത് 4 ടിക്കറ്റ്സ് വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഓഫർ 1000 രൂപ എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, നല്ലൊരു എമൗണ്ട് ആണ്. അപ്പം നിങ്ങൾക്ക് പല തവണയായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുകയും ചെയ്യും, ഒരു മാസത്തിനകത്ത് വെച്ചുകൊണ്ട്. അപ്പൊ ഇത് എവരും വന്ന് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഈ ഓഫർ മിസ് ചെയ്യരുത് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് SBIന്ന് കിട്ടുന്നത്. അപ്പൊ ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാർഡായിരിക്കും, അതായത് പ്ലേ ക്രെഡിറ്റ് കാർഡ്. അപ്പൊ അതിന്റെ കാര്യം പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് 500 രൂപ വരെ ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഫുഡ് ആൻഡ് ബിവറേജിനകത്ത് ഒരു എക്സ്ട്രാ 100 രൂപയാണ് കിട്ടും കേട്ടോ. ഇത് എല്ലാ മാസവും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാർഡാണ്. അതുപോലെ തന്നെ 2 ടിക്കറ്റ് മിനിമം ഇതിനകത്തും പർച്ചേസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന എല്ലാം 2 ടിക്കറ്റ് നിങ്ങൾ മിനിമം പർച്ചേസ് ചെയ്യണം കേട്ടോ. അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ.
യെസ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ആക്സിസിലേക്ക് കിടക്കാം. ആക്സിസിനകത്ത് കുറേ അധികം കാർഡുകളിൽ നിങ്ങൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിസ് ബാങ്കിന്റെ ബർഗണ്ടി കാർഡാണ്. നല്ല പേരല്ലേ, ബർഗണ്ടി. അപ്പോൾ ഈ ആക്സിസ് ബാങ്കിന്റെ ബർഗണ്ടി അതുപോലെ തന്നെ ബർഗണ്ടി പ്രൈവറ്റ് ഡെബിറ്റ് കാർഡിനകത്ത് നിങ്ങൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ബർഗണ്ടി കസ്റ്റമറിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ടിക്കറ്റ് വരെ കിട്ടും. 500 രൂപയാണ് മാക്സിമം കിട്ടുന്നത്. ഇനി നിങ്ങൾ സിനിമ അല്ല കാണുന്ന വേറെ എന്തെങ്കിലും ഈവൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയും 4 ടിക്കറ്റ് കിട്ടും. അവിടെ നിങ്ങൾക്ക് 1000 രൂപ വരെ ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ തന്നെ ബർഗണ്ടി പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം 6 ടിക്കറ്റ് വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്ത കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിസ് ബാങ്കിന്റെ റിസർവ് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അവിടെയും ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ആണ് വരുന്നത്. ഇനി അടുത്തൊരു ഡെബിറ്റ് കാർഡാണ് ആക്സിസ് ബാങ്കിന്റെ ഇ ഡെബിറ്റ് കാർഡ്. അപ്പോൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കിട്ടും. അപ് ടു 200 രൂപ വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഇനി നാലാമത്തെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിസ് ബാങ്കിന്റെ മാഗ്നസ് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അവിടെയും ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ആണ് വരുന്നത്. അടുത്തത് ആക്സിസ് ബാങ്കിന്റെ സെലക്ട് ക്രെഡിറ്റ് കാർഡാണ്. അവിടെയും ബൈ വൺ ഗെറ്റ് വൺ ഓഫർ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ അടുത്തത് ആക്സിസ് ബാങ്കിന്റെ ഡിലേറ്റ് ഡെബിറ്റ് കാർഡാണ്. അവിടെ നിങ്ങൾക്ക് 50% ഓഫ് വരെ നിങ്ങൾക്ക് ടിക്കറ്റ് പ്രൈസിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അടുത്തത് ആക്സിസ് ബാങ്കിന്റെ വാല്യൂ പ്ലസ് ഡെബിറ്റ് കാർഡാണ്. അവിടെ ബൈ വൺ ഗെറ്റ് വൺ ഓപ്ഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ ആക്സിസ് ബാങ്കിന്റെ കാർഡാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡിന്റെ മുകളിൽ വാല്യൂ പ്ലസ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ട് കേട്ടോ. പല ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു കാർഡായിരിക്കും. അപ്പോൾ അത് നോക്കിക്കോ. അപ്പോൾ മൊത്തം 7 കാർഡുകളിലായിട്ടാണ് ഇപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ആക്സിസ് ബാങ്ക് കൊടുക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഓഫർ കൊടുക്കുന്ന ഒരു ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിസ് ആണെന്ന് തോന്നുന്നു. അടുത്തത് DBS ബാങ്ക് ആണ്. DBS ബാങ്കിന്റെ കാര്യം പറയുവാണെങ്കിൽ DBS ബാങ്കിന്റെ പ്ലാറ്റിനം ആൻഡ് ഇൻഫിനിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% ഓഫ് വരെ കിട്ടും. അപ്പോൾ അതിനകത്ത് ചെറിയൊരു കാറ്റഗറി ഉണ്ട്. അതായത് നിങ്ങളുടെ കാർഡിനകത്തുള്ള നമ്പർ 450170 സീരീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ വരെ മാസം കിട്ടും. ഇനി 436370 ആ ഒരു ഡിജിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ വരെയാണ് ഡിസ്കൗണ്ട് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DBSന്റെ വാൻറ്റേജ് ആൻഡ് സ്പാർക്ക് എന്ന് പറഞ്ഞ കാർഡാണ് കേട്ടോ. അവിടെ നിങ്ങൾക്ക് 50% ഓഫ് വരെ കിട്ടുന്നുണ്ട്. അപ് ടു 500 രൂപ വരെയാണ് ഡിസ്കൗണ്ട് വരുന്നത് ബുക്ക് മൈ ഷോയിൽ. ഇനി അടുത്തത് RBL ബാങ്ക് ആയിരിക്കും. നിങ്ങളുടെയൊക്കെ പല ആൾക്കാരെങ്കിലും RBL ബാങ്ക് ഉണ്ടാവും. RBL ബാങ്കിന്റെ കാർഡ് ഉണ്ടാവും. അപ്പോൾ ആ കാർഡ് ഞാൻ ഈ പറയാൻ പോകുന്ന കാർഡ് നിങ്ങളുടെ ഉണ്ടോ നോക്കിയോ. RBL ബാങ്ക് സൂപ്പർ കാർഡ് അത് മിക്ക ആൾക്കാരെയും കാണും കേട്ടോ. എനിക്കറിയാം മറ്റേ ബജാജ് ഫിനാൻസിലൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു കാർഡാണ്. RBL ബാങ്ക് സൂപ്പർ കാർഡിനകത്ത് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ വരുന്നുണ്ട് അപ് ടു 200 രൂപ വരെ. ഇനി അടുത്തത് RBLന്റെ പിനാക്കിൾ എന്ന് പറഞ്ഞ ഡെബിറ്റ് കാർഡാണ്. അവിടെ നിങ്ങൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓപ്ഷൻ വരുന്നുണ്ട്. അവിടെ അപ് ടു 200 രൂപ വരെയാണ് കേട്ടോ. ഇനി അടുത്തത് RBL ബാങ്കിന്റെ യൂണീക്ക് ക്രെഡിറ്റ് കാർഡാണ്. അവിടെ നിങ്ങൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ വരുന്നുണ്ട്. അവിടെ അപ് ടു 200 രൂപ വരെയാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത്. ഇനി അടുത്തത് RBL ബാങ്കിന്റെ പോപ്കോൺ ആൻഡ് ഫൺ പ്ലസ് അതുപോലെ തന്നെ മൂവീസ് ആൻഡ് മോർ എന്ന് പറഞ്ഞ കാർഡ് അതുപോലെ തന്നെ ബ്ലോക്ക് ബസ്റ്റർ കാർഡ്. ഇവിടെ നിങ്ങൾക്ക് 500 രൂപ വരെ ഡിസ്കൗണ്ട് കിട്ടാവുന്ന RBL ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ആണ് കേട്ടോ. ഇനി അടുത്തത് CSB എന്ന് പറഞ്ഞ ബാങ്കാണ്. അതിന്റെ ആ ഒരു ഡെബിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ റുപ്പേ ഡെബിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ 200 രൂപ വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ ഇനി അടുത്തത് യൂണിയൻ ബാങ്ക് ആണ് കേട്ടോ. യൂണിയൻ ബാങ്കിന്റെ കാര്യം പറയുവാണെങ്കിൽ HNI എംപീരിയോ മെറ്റൽ ഡെബിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാറ്റ് 500 രൂപയാണ് ബുക്ക് മൈ ഷോന്ന് കിട്ടുന്നത്. ഇനി അടുത്ത കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുമൺ എംപവർ ഡെബിറ്റ് കാർഡാണ് യൂണിയൻ ബാങ്കിന്റെ. അവിടെ നിങ്ങൾക്ക് 250 രൂപ ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ തന്നെ വുമൺ ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ 250 രൂപ കിട്ടും കേട്ടോ യൂണിയൻ ബാങ്കിന്റെ. ഇനി അടുത്ത് നമുക്ക് യെസ് ബാങ്ക് നോക്കാം. യെസ് ബാങ്കിന്റെ കാര്യം പറയുവാണെങ്കിൽ യെസ് ബാങ്കിന്റെ അപ്പെക്സ് ഇന്റർനാഷണൽ മെറ്റൽ ഡെബിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ വരെയാണ് ഡിസ്കൗണ്ട് കിട്ടുന്നത്. അവിടുത്തെ കാര്യം പറയുവാണെങ്കിൽ മിനിമം 2 ടിക്കറ്റ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. 500 രൂപ വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങൾക്ക് ഒരു മാസം അത് 2 തവണ ഉപയോഗിക്കാം. അങ്ങനെയാണ് ഈ 1000 രൂപ കിട്ടുന്നത്. 500 രൂപ 2 തവണ ഒരു മാസം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അടുത്ത കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ബാങ്കിന്റെ പ്രൈവറ്റ് ഡെബിറ്റ് കാർഡാണ്. അവിടെ നിങ്ങൾക്ക് 1200 രൂപ വരെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. 4 ടിക്കറ്റ് വരെ നിങ്ങൾക്ക് ഒരു മാസം പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് യെസ് ബാങ്കിന്റെ തന്നെ മാർക്ക് യു എന്ന് പറഞ്ഞ ക്രെഡിറ്റ് കാർഡാണ്. അവിടെ നിങ്ങൾക്ക് 800 രൂപ സേവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഒരു മാസം 3 ടിക്കറ്റ് വരെയും പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത് യെസ് ബാങ്കിന്റെ തന്നെ പ്രൈവറ്റ് ക്രെഡിറ്റ് കാർഡാണ്. അതിനകത്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ വൺ ഗെറ്റ് വൺ ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 4 ഓഫറാണ് നമ്മുടെ യെസ് ബാങ്കിന്റെ സൈഡിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി നിങ്ങളുടെ ഈ ഇൻഡസിൻഡ് ബാങ്കിന്റെ കാർഡാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇൻഡസിൻഡ് ബാങ്കിന്റെ സൊളിറ്റയർ എന്ന് പറഞ്ഞ കാർഡാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓപ്ഷനാണ് വരുന്നത്. അപ് ടു 1000 രൂപ വരെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയനിയർ ആൻഡ് ഇൻഡസിൻഡ് ഗ്രാൻഡേ ഡെബിറ്റ് കാർഡാണ്. അവിടെ നിങ്ങൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓപ്ഷനാണ് വരുന്നത്. ഇനി മൂന്നാമത്തെ കാർഡ് എന്ന് പറഞ്ഞാൽ ഇൻഡസിൻഡിന്റെ പ്രീമിയം ഡെബിറ്റ് കാർഡാണ്. അവിടെ നിങ്ങൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഫെഡറൽ ബാങ്ക് ആണ്. ഫെഡറൽ ബാങ്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ നോക്കിക്കോ. ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓപ്ഷൻ വരുന്നുണ്ട്. അവിടെ അപ് ടു 400 രൂപ വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് വരും കേട്ടോ. പിന്നെ ഡെബിറ്റ് കാർഡ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും ബൈ വൺ ഗെറ്റ് വൺ ഓപ്ഷൻ ഉണ്ട്. അവിടെ അപ് ടു 125 രൂപയാണ് ഡിസ്കൗണ്ട് കിട്ടുന്നത്. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഫ്രൈഡേ നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ ആംപ്ലിഫൈ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫെഡറൽ ബാങ്കിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓപ്ഷൻ വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് അപ് ടു 300 രൂപ വരെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് ഗൈസ്. ഇനി അടുത്തത് നമ്മുടെ IDFCയുടെ ബാങ്കാണ്. IDFC ബാങ്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ IDFC ഫസ്റ്റ് പ്രൈവറ്റ് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അവിടെ
അപ് ടു 750 രൂപ വരെയാണ് ആ ഒരു ബാങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്നത്. പിന്നെ ഇനി അടുത്തത് HDFC ആണ്. HDFC ഒക്കെ വളരെ കുറച്ച് ഓഫേഴ്സ് മാത്രമാണ് കൊടുക്കുന്നത്. അവിടെ ഡൈനേഴ്സ് ക്ലബിന്റെ ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അപ് ടു 250 രൂപ വരെ നിങ്ങൾക്ക് ഓഫർ കിട്ടുന്നുണ്ട്. പിന്നെ HDFCയുടെ ടൈംസ് കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അവിടെ 50% ഓഫും ബാങ്ക് തരുന്നുണ്ട്. ഇനി നമുക്ക് ICICI നോക്കാം. ICICIയിലും വലിയ ഓഫർ കാര്യമായിട്ടൊന്നും ഇല്ല. ICICIയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടുത്തെ സെലക്ട് ക്രെഡിറ്റ് കാർഡ്സിൽ നിങ്ങൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ആമസോൺ പേ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ആമസോണിന്റെ അതൊരു ലിമിറ്റഡ് പീരീഡ് ഓഫറാണ്. ഈ ആമസോൺ പേ വാലറ്റ് ഉപയോഗിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം 15 രൂപ തൊട്ട് 150 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 200 രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ Paytm വാലറ്റ് ഉണ്ടല്ലോ, Paytm വാലറ്റിനും ഈ ഒരു ഓഫർ വരുന്നുണ്ട്. അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 25 രൂപ മിനിമം കിട്ടും. 25 തൊട്ട് 500 രൂപ വരെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. പക്ഷെ അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മിനിമം നിങ്ങൾ 499 രൂപ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഒരു ലിമിറ്റഡ് പീരീഡ് ഓഫറാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇതിൽ കൂടുതലുണ്ട്, നിങ്ങൾ ചെകഞ്ഞിരുന്ന് നിങ്ങൾക്ക് ഇനിയും കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബുക്ക് മൈ ഷോയിലെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സ് വരുന്നത് കേട്ടോ. കഴിഞ്ഞിട്ടില്ല, ഇനിയും പറയാനായിട്ടുണ്ട്. അപ്പോഴേ നിങ്ങൾക്ക് എളുപ്പ വഴി ഒരു സംഭവം ഉണ്ട് കേട്ടോ. നിങ്ങൾ മനസ്സമാധാനത്തോടുകൂടി സിനിമ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുക, അതായത് സീറ്റൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകുമല്ലോ. അങ്ങനെ അതായത് സീറ്റ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് അപ്ലൈ ഓഫേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതായത് അൺലോക്ക് ഓഫേഴ്സ് അങ്ങനെ സാധനം കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അധികം ഓപ്ഷൻസ് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അതായത് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ബുക്ക് മൈ ഷോ, വാലറ്റ്, റിവാർഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, നിങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ആണ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കാർഡ് നമ്പർ അങ്ങോട്ട് എൻ്റർ ചെയ്തിട്ട് അതങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ആ കാർഡിന് എന്ത് ഓഫറാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ കൈ പേടിച്ചിരിക്കുന്ന കാർഡൊക്കെ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്പർ ഒന്ന് എൻ്റർ ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കിയോ. അപ്പോൾ അതിനകത്ത് ഓഫർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഓഫർ കൊടുത്ത് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് നേരെ അത്രയും ഡിസ്കൗണ്ട് 500 രൂപയാണെങ്കിൽ 500, 1000 ആണെങ്കിൽ 1000 അത്രയും ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. കൺവീനിയൻസി മാത്രം നിങ്ങൾ മുടക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡിൻ്റെ ഓഫേഴ്സ് വരുന്നത്. ഇനി എക്സ്ട്രാ ഉള്ള സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവാർഡ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ് കേട്ടോ. ഈ റിവാർഡ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 2 ഓഫേഴ്സ് വരുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പേ വിത്ത് റിവാർഡ്സ് ആണ്. അതായത് നിങ്ങൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേ വിത്ത് റിവാർഡ്സ് കൊടുക്കാൻ പറ്റും. അവിടെ നമ്മുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും കേട്ടോ. ബാക്കി എമൗണ്ട് മാത്രം നമ്മൾ പേ ചെയ്താൽ മതി. പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവാർഡ് പോയിന്റ് റിഡംഷൻ ആണ്. അതായത് നമ്മുടെ കയ്യിലുള്ള കാർഡ്സും അതുപോലെ നമുക്ക് ബുക്ക് മൈ ഷോ കുറേ റിവാർഡ് പോയിന്റ്സ് നമ്മളിങ്ങനെ ബുക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കുറേ പോയിന്റ്സുകൾ തരുന്നുണ്ട്. അത് നമുക്ക് ഇത് വെച്ചിട്ട് റെഡീം ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡീം പോയിന്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ആണോ ഡെബിറ്റ് കാർഡ് ആകുന്നു, ഡെബിറ്റ് കാർഡ് കൊടുത്തിട്ട് നിങ്ങളുടെ ലാസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പോയിന്റ് നിങ്ങളുടെ ബാലൻസ് ഉണ്ട് ആ എമൗണ്ട് കുറച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വെച്ചോ. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മാസം എത്ര നമുക്ക് വളരെ വലിയൊരു എമൗണ്ട് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് സിനിമകളൊക്കെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഓഫർ തന്നെയാണ് ഈ ബുക്ക് മൈ ഷോയിലൂടെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് മറക്കണ്ട. നിങ്ങൾ 2 ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 പറയാനായിട്ട് 2 ഡിഫറെൻറ്റ് കാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സിനിമ കാണാൻ പറ്റും. മിക്കതും ഈ മിനിമം 2 ടിക്കറ്റ്സ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഓഫർ നിങ്ങൾ കളയാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് എനിക്ക് പറയാനായിട്ടുള്ളൂ. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറണമെന്നുണ്ടെങ്കിൽ കയറിക്കോ. ഇതുപോലത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.